ജനം ഡിബേറ്റ് തുടരുന്നു. ശ്രീജിത്ത് പണിക്കർ ഈ ചർച്ചയിൽ 8 മണി വരെ മാത്രമേ ഉണ്ടാകൂ. ഞാൻ ശ്രീജിത്തിലേക്ക് 8 മണിക്ക് മുമ്പ് ഒരിക്കൽ കൂടി വരാം. അതിനു മുമ്പ് ഇപ്പോൾ CP ജോണിലേക്ക് പോവുകയാണ്. CP ജോൺ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും എന്തിന് PB പോലും ഈ വിഷയത്തിൽ KT ജലീലിനെ പിന്തുണയ്ക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിന് പിറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്. രാജ്യത്ത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടുന്ന ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിനാൽ കേവലം ഒരു ചോദ്യം ചെയ്യലിൽ രാജിവെക്കേണ്ട കാര്യമില്ല എന്നാണ് വിലയിരുത്തൽ. ഇത്രയും വലിയ ഒരു പിന്തുണ KT ജലീലിന് മാത്രം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് KT ജലീലിനോ അല്ലെങ്കിൽ ബിനോയ് കോടിയേരിക്കോ കിട്ടുന്ന ബിനീഷ് കോടിയേരിക്കോ കിട്ടുന്ന പിന്തുണയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അവർക്ക് CPM-നും അതിന്റെ നേതാക്കന്മാർക്കും ഭരണക്കാർക്കും ഈ കള്ളക്കടത്ത് ലിങ്കുള്ള ആളുകളെ ഭയമാണ്. അല്ലാതെ നമ്മൾ ധരിക്കരുത് അവർക്കെന്തോ പിന്തുണ കൊടുക്കുക. ഒരു പിന്തുണയും കൊടുക്കല്ല, വരണ്ടിരിക്കുകയാണ്. അപ്പൊ ബിനീഷ് കോടിയേരിയെ തള്ളി പറഞ്ഞാൽ ബിനീഷ് കോടിയേരി ഒരുപാട് രഹസ്യങ്ങൾ പറയും. നിങ്ങൾക്കറിയാം, കുഞ്ഞനന്തൻ എന്ന TP ചന്ദ്രശേഖരൻ കേസിലെ കുറ്റവാളി, ശിക്ഷിക്കപ്പെട്ട വ്യക്തി, അദ്ദേഹം മരിച്ച സമയത്ത് ആ ഡെഡ് ബോഡിയോടൊപ്പം ആരാണ് പോയത്? ബിനീഷ് കോടിയേരിയാണ് കണ്ണൂർ വരെ പോയത്. അപ്പൊ അത് കൃത്യമായിട്ട് ക്രിമിനലുകൾക്ക് കൊടുക്കുന്ന ഒരു അഷുറൻസ് ആണ്. നിങ്ങൾ ജയിലിൽ കടന്ന് മരിച്ചാലും നിങ്ങളോടൊപ്പം പാർട്ടി സെക്രട്ടറിയുടെ മകനുണ്ടാവും, പാർട്ടി നിങ്ങളെ സംരക്ഷിക്കും. അതാണ്. അപ്പൊ അതിന്റെ മുഴുവൻ രഹസ്യങ്ങളും അറിയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ബിനീഷ് കോടിയേരി. ബിനീഷ് കോടിയേരി എന്ന് പറഞ്ഞ വാസ്തവത്തിൽ ഈ CPM-ന്റെ തെറ്റായ പോക്കിന്റെ ഫലമായി, CPM-ന്റെ തെറ്റായ പൊളിറ്റിക്കൽ പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് തകർന്നു പോയ ഒരു ചെറുപ്പക്കാരൻ അതിന്റെ ഇരയാണ്. ഇപ്പൊ ബിനീഷ് കോടിയേരിയെ പേടിയാണ്. അതിന്റെ മറ്റൊരു രൂപമാണ് KT ജലീൽ. KT ജലീൽ അടുത്ത കാലത്ത്, അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് മുമ്പ് ലീഗ് എന്ന് വന്നു. അദ്ദേഹം കുറ്റിപ്പുറത്ത് അട്ടിമറി വിജയം നടത്തി. പടിപടിയായി അദ്ദേഹം CPM-ന്റെ സമുന്നത നേതാക്കന്മാർക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ അടുത്ത ബന്ധം CPM-ന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാരുമായിട്ടുണ്ടാക്കി. അദ്ദേഹത്തിന് ഒരുപാട് രഹസ്യങ്ങൾ അറിയാം. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കോൺസുലേറ്റ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് രഹസ്യങ്ങൾ അറിയാം. അദ്ദേഹം ഒരേ സമയം അതിന്റെ ഒരു ഏജന്റും ഒപ്പം തന്നെ CPM-ന്റെ നേതാക്കന്മാരെ പേടിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടൊരു വ്യക്തിയുമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ധരിക്കേണ്ട KT ജലീലിനെ CPM കൈവിടില്ല. കൈവിട്ടാൽ KT ജലീൽ നിരവധി സത്യങ്ങൾ പറയും. KT ജലീൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടോ NIA-യോടോ അതല്ലെങ്കിൽ CBI-യോടോ ഇതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളോടോ സത്യം തുറന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ രാജിവെക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, ഇന്ന് KT ജലീലാണ് തലയിൽ മുണ്ടിട്ട് നടന്നതെങ്കിൽ CPM-ന് തന്നെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം ആദ്യം ഒരു പരിശ്രമം നടത്തി. ഞാൻ ഖുർആൻ കൊണ്ടുവന്നു, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനെയൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഖുർആൻ ഒരു പരിശുദ്ധ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ മറവിൽ പോലും കള്ളക്കടത്ത് നടത്തുന്ന കള്ളനാണ് ജലീൽ. അദ്ദേഹം നുണ പറഞ്ഞു. ഈസ് എ ലയർ, നുണയനാണ്. ശ്രീധരൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ജേർണലിസ്റ്റ് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ ചോദ്യം ചെയ്തിട്ടില്ല, അത് പത്രങ്ങളുടെ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം നുണ പറഞ്ഞതിന്റെ പേരിൽ ജലീൽ രാജിവെക്കണം. അപ്പോൾ ഒരു കള്ളക്കടത്തുകാരന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നുണ പറയാനുള്ള മിടുക്കാണ്. ഇതിലെന്താണ് ഈ ബാഗിൽ എന്ന് ചോദിച്ചാൽ അത് നിസ്സാരമായ എന്തെങ്കിലും സാധനമാണെന്ന് പറയുക, സ്വർണ്ണമായിരിക്കും. അപ്പൊ അദ്ദേഹം ലക്ഷണമൊത്തൊരു കള്ളക്കടത്തുകാരനാണ്. അദ്ദേഹത്തിന് ഈ ഗവൺമെന്റിൽ ഇരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുവദിക്കുമെന്നുള്ളത് ജനങ്ങൾക്ക് അപമാനമാണ്. ഇടതുമുന്നണിക്ക് എന്തും ചേരും, CPM-ന് പ്രത്യേകിച്ചും. CPM-ലെ ഘടകകക്ഷികളൊക്കെ ഇത് കണ്ട് തലയ്ക്ക് കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ CPM-ന് ഇത് ചേരുമോ, ഈ തൊപ്പി ചേരുമോ? ജലീൽ എന്ന തൊപ്പി CPM-ന്റെ തലയിൽ പാകമാണോ എന്നുള്ളതല്ല. കേരള സമൂഹത്തിനും കേരള രാഷ്ട്രീയത്തിനും KT ജലീൽ ഒരു ബാധ്യതയാണ്. അത് അടിയന്തരമായി അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞില്ലെങ്കിൽ CPM-നെ ജനങ്ങൾ വലിച്ചെറിയും. CP ജോൺ, താങ്കൾ ടെലിഫോണിൽ തുടരുക. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീജിത്ത് പണിക്കർ,
ഇവിടെ ഇന്നലത്തെ നടപടികൾ മാത്രം നോക്കുക. കെ ടി ജലീലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അരൂർ വരെ മാത്രം തനിക്ക് പോലീസ് എസ്കോർട്ട് മതി എന്ന് പോലീസിൽ മന്ത്രി അറിയിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് മന്ത്രിയെക്കുറിച്ച് ഔദ്യോഗിക രേഖകളിൽ ഒരു വിവരവുമില്ല. ഒരു സ്വകാര്യ വ്യക്തിയുടെ, ആ വ്യക്തി ആരാണ് എന്ന് ഇതിനകം എല്ലാവരും മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലവും പുറത്തു വന്നു. ആരിഫ് എം പി ആണ്. ആരിഫ് എം പി ആണ് അനസിനെ കെ ടി ജലീലുമായി പരിചയപ്പെടുത്തി കൊടുത്തത് എന്നാണ് ഇന്ന് പുറത്തു വരുന്ന വിവരം. ഈ അനസിൻ്റെ പല ഇടപാടുകളും ദുരൂഹമായ പശ്ചാത്തലത്തിൽ നിന്നും ഉള്ളതാണ്. ഈ അനസിൻ്റെ മോട്ടോർ വാഹന വകുപ്പ് കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു വാഹനം ഉപയോഗിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ മന്ത്രി കരിമ്പട്ടികയിൽപ്പെടുത്തിയ വാഹനത്തിൽ ആണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തലയിൽ മുണ്ടിട്ടോ തോർത്തിട്ടോ എന്തോ ആകട്ടെ ഇങ്ങനെ EDയുടെ ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നത്. പിന്നീട് ഈ ചോദ്യം ചെയ്യലിൻ്റെ വിവരം അറിഞ്ഞ മാധ്യമപ്രവർത്തകർ ബന്ധപ്പെടുമ്പോഴാണ് ശ്രീജിത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ച ആ ഗുരുതരമായ ചട്ടലംഘനം, സത്യപ്രതിജ്ഞാ ലംഘനം ഉണ്ടായിട്ടുള്ളത്. പച്ചക്കള്ളം പറയുന്നു. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ പറഞ്ഞതെല്ലാം കള്ളങ്ങളാകാനുള്ള സാധ്യത കൂടിയല്ലേ പുറത്തു വരുന്നത്? അത് എത്രത്തോളം ഗുരുതരമായ ഒരു ക്രമപ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ആദ്യം പറഞ്ഞു ഭക്ഷ്യക്കിറ്റുകളാണ് എന്ന്, പിന്നീട് പറയുന്നു ഖുറാനാണ് എന്ന്. എത്രയെന്ന് പിന്നീട് പറയാനാകുന്നില്ല. പിന്നീട് ബാഗേജിൻ്റെ അകത്ത് എന്തുണ്ട്, എന്താണ് വസ്തുക്കൾ എന്ന് തനിക്കറിയില്ല എന്ന് പറയുന്നു. ഈ ഇടപാടിൽ തൻ്റെ ജീവനക്കാർ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം തനിക്കല്ല എന്ന് പിന്നീട് കെ ടി ജലീൽ മാറ്റി പറയുന്നു. ഇപ്രകാരം ഒരുപാട് മാറ്റിപ്പറച്ചിലുകളും തിരുത്തലുകളും. ഇവിടെ ന്യായമായും ഈ സംശയങ്ങളെല്ലാം നീക്കേണ്ടത്, ദൂരീകരിക്കേണ്ടത് കെ ടി ജലീൽ തന്നെയല്ലേ? അതല്ലാത്തത് കൊണ്ടാണല്ലോ കെ ടി ജലീൽ ഇതുവരേക്കും മാധ്യമങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറക്കാത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുള്ളത്. തീർച്ചയായും സുബീഷ്, അതിനു മുമ്പ് 8 മണി വരെ ഞാൻ ഉണ്ടാകൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഒരു വ്യക്തിപരമായിട്ടുള്ള മറ്റൊരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അത് ഈസ് ടേക്കൻ കെയർ ഓഫ്. അപ്പോൾ ചർച്ചയുടെ പൂർണ്ണ സമയത്ത് ഞാൻ ഉണ്ടാകും. സന്തോഷം. ഓക്കെ. പിന്നെ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ജലീലിന് സംരക്ഷണം നൽകിയിരിക്കുന്ന ആൾക്കാർ ആരൊക്കെ ആയാലും, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെ ആയാലും, അതിനേക്കാൾ പ്രധാനമായിട്ട് ഞാൻ വീണ്ടും പറയുന്നു, ജലീൽ ചെയ്തിരിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. കാരണം ജലീലിന് മാത്രമേ ജനാധിപത്യപരമായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളോടുള്ളൂ. കാരണം അദ്ദേഹത്തെ ഇവിടെ ജനാധിപത്യ പ്രക്രിയ വഴി തെരഞ്ഞെടുത്തതാണ്. തെരഞ്ഞെടുത്ത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു സാമാജികനും ഒരു മന്ത്രിയും കൂടിയായതാണ്. അപ്പൊ ഇതാണ് അതിന്റെ സാഹചര്യം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒപ്പം ഇവിടെ ശ്രീ പാലോട് സന്തോഷ് അദ്ദേഹത്തെ പറ്റി പറയുന്നത് തന്നെ എന്തിന്റെ പേരിലാണെന്ന് നോക്കൂ. മതവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ മതഗ്രന്ഥവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ പറ്റി വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഖുറാൻ എന്ന മതഗ്രന്ഥമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ആ ഖുറാനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്താണ് അദ്ദേഹം ഇവിടെ കള്ളം പറയുന്നത്. അതായത് അദ്ദേഹത്തിനോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെ പറ്റി അദ്ദേഹം കള്ളം പറയുന്നതും ഈ ഖുറാനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഖുറാനിൽ എന്താണ് ഈ കള്ളം പറയുന്നതിനെ പറ്റി പറയുന്നത്? കള്ളം പറയുന്നതിന് കടുത്ത ശിക്ഷയാണ് ഖുറാനിൽ പറയുന്നത്. അതിൽ തന്നെയുള്ള ഒരു ഹദീസിൽ പറയുന്നത്, ഈ ജിബ്രീൽ മാലാഖയോടൊപ്പം മുഹമ്മദ് നബി യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കള്ളം പറയുന്ന ആളിന് കൊടുത്തിരിക്കുന്ന ഒരു ശിക്ഷയെ പറ്റി ഒരു ഹദീസിൽ പറയുന്നുണ്ട്. അത് ഈ മൂർച്ചയുള്ള ഇരുമ്പ് കൊളുത്തുകൾ അത് ഒരാളിന്റെ വായിലേക്ക് ഇട്ടിട്ട് അത് വെച്ച് വലിച്ചു പറിച്ചെടുക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ശിക്ഷയാണ് അദ്ദേഹം ഈ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന ഖുറാനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. തന്നെയുമല്ല, കള്ളം പറയുന്ന ആൾക്കാർ ശബ്ദരാണ് എന്ന് ഒരു ദാരിയാത്തിൽ പറയുന്നു. ഒപ്പം ഈ കള്ളം പറയുന്ന ആൾക്കാർക്ക് സന്മാർഗപ്രാപ്തി ഉണ്ടാവുകയില്ല എന്ന് ഗാഫറിൽ പറയുന്നു. കള്ളം ചെയ്യുന്ന ആൾക്കാർക്ക്, കള്ളം പറയുന്ന ആൾക്കാർക്ക് 2 ലോകത്തിലും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഗുണം ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് പോലും കള്ളം പറയാൻ പാടില്ല എന്നാണ്. അപ്പൊ കള്ളം പറയാൻ പാടില്ല എന്ന് പറയുന്നത് ധാർമ്മികമായിട്ടാണെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയവുമായിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ബാധ്യതയിലാണെങ്കിലും അദ്ദേഹം ചെയ്തിരിക്കുന്നത് കള്ളമാണ്, തെറ്റാണ്. ശ്രീജിത്ത് പണിക്കർ, ഇതൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കണം. നാളെ സൈബർ സഖാക്കൾ ഇതിന്റെ എല്ലാം ഓഡിയോ കട്ട് ചെയ്ത് ശ്രീജിത്ത് പണിക്കരെ ഖുറാൻ വിദഗ്ധൻ എന്ന പേരിട്ടും വിശേഷിപ്പിച്ച് പരിഹസിക്കും. അല്ല, ആയിക്കോട്ടെ, അവരെ പോലെ അല്ല. ഞാൻ ഇതൊക്കെ വായിച്ചിട്ടുള്ളതാണ്. ഞാൻ ഭഗവത്ഗീത മാത്രമല്ല, ബൈബിളും വായിച്ചിട്ടുണ്ട്, ഖുറാനും വായിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പ്രശ്നമുള്ള കാര്യമല്ല. വൈദഗ്ധ്യം ഞാൻ അവകാശപ്പെടുന്നില്ല എങ്കിൽ പോലും നിരീക്ഷകനാവാം. അപ്പൊ ഇതിൽ പോലും നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പറയുന്ന എല്ലാ കാര്യത്തിനും ഒരു നിരീക്ഷകനുണ്ട്, പരമകാരുണികനായ ഒരു നിരീക്ഷകനുണ്ട് എന്ന് ഖാഫിൽ പറയുന്നു.
അപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തി സാന്ദർഭികമായി ഞാൻ പറയുകയാണ്. അതും ഇതുപോലെ തന്നെ ഖുറാനിൽ പറയുന്ന കാര്യമാണ്. ആ നിരീക്ഷകൻ ഞാനല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശ്രീ കെ ടി ജലീൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുത്തിരിക്കുന്നതായിട്ട് വന്നിരിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് ചില വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടായിരുന്ന പ്രോട്ടോകോൾ വയലേഷനെ പറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ്. ഇഗ്നറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. ഇഗ്നറൻസ് ഈസ് നെവർ ആൻ എക്സ്ക്യൂസ്. അപ്പോൾ അദ്ദേഹം താൻ അറിയേണ്ടുന്ന, അതായത് സംസ്ഥാനത്തെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഹാൻഡ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി അറിയാതെ ഇരുന്നതിന് ശേഷം എനിക്കതിനെ പറ്റി അറിയില്ലായിരുന്നു, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് വന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ട്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുള്ള കാര്യം. ഒന്ന്, അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആദ്യമായി വന്നിരിക്കുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. അതിനുശേഷം ശ്രീ എം മണി വന്നു. കടകംപള്ളി സുരേന്ദ്രന്റെ രണ്ട് പ്രസ്താവനകൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒന്ന്, അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സ്വഭാവവും മുനയുമുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ജനം ടി വിയെ മാത്രമല്ല അദ്ദേഹം BJP-യെ കൂടി ആക്രമിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചയാൾ ഇപ്പോൾ പറയുന്നു ചോദ്യം ചെയ്യലിന്റെ പേരിൽ അദ്ദേഹം മാറി നിൽക്കേണ്ടുന്ന ആവശ്യമില്ല എന്ന് പറയുന്നു. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇതേപോലെ തന്നെ ശ്രീ എം മണിയും പറയുന്നു. അപ്പൊ ചോദ്യം ചെയ്യുന്നത് വലിയ കാര്യമല്ല എന്ന രീതിയിൽ ഇവർ പറയുമ്പോൾ ഇത് കാര്യമല്ല എന്ന് ശ്രീ കെ ടി ജലീലിനു കൂടി ഉത്തമമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ വിളിച്ചിരുന്ന ശ്രീജൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനോടും അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലെ വിനു വി ജോണിനോടും ഒക്കെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, എന്നെ വിളിച്ചു ചോദ്യം ചെയ്തു, എനിക്ക് അറിയാവുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ ചോദ്യം ചെയ്തു എന്ന വാക്ക് പോലും പറയണ്ട, എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വിളിച്ചു, ഞാൻ അവർക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അപ്പൊ വൈകുന്നേരം രാവിലെ ഉണ്ടായ ചോദ്യം ചെയ്യലിന് ശേഷം വൈകുന്നേരം 5 മണി വരെയും അദ്ദേഹത്തിന് തന്റെ കാര്യത്തിൽ താൻ അവിടെ പോയിരുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം ഇവരോടെല്ലാം കള്ളം പറഞ്ഞത്. അപ്പൊ ശ്രീ കടകംപള്ളി സുരേന്ദ്രനോ ശ്രീ എം മണിയോ പറഞ്ഞിരിക്കുന്നതുമായി അദ്ദേഹം എഗ്രിമെന്റിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം UDF അല്ല LDF. ഞങ്ങൾ വന്നാൽ ഇതെല്ലാം ശരിയാകും, ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർ അധികാരത്തിലിരുന്നാൽ ഇവിടെ നീതിപൂർവമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവുകയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാർക്ക് സ്വന്തം പാർട്ടിയിലല്ലാത്ത ഒരാളിനെ, ഞാൻ വീണ്ടും അത് തന്നെയാണ് പറയുന്നത്, സ്വന്തം പാർട്ടിയിലല്ലാത്ത ഒരാളിനെ പ്രത്യക്ഷമായി ചില തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ മതിക്കുന്ന തെളിവുകൾ പൊതുസമൂഹത്തിൽ ഹാജരാക്കിയതിനു ശേഷവും കടിച്ചു തൂങ്ങാനായിട്ട് എന്തിനാണ് അവസരം എടുക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രമായി പായസ വിതരണം, ഇവിടെ പായസത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ടാണ്, അദ്ദേഹത്തിന് മാത്രമായി തിരുവോണ ദിവസം പായസ വിതരണം നടത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിനും തമ്മിൽ എന്താണ് അദ്ദേഹത്തിനോട് ഇത്ര മമത എന്നുള്ളത് കൂടി ഇതിനോടൊപ്പം തന്നെ വ്യക്തമാക്കണം. അതൊരു അൺഹോളി ആയിട്ടുള്ള നെക്സസ് ആണ്, ജനാധിപത്യത്തിന് പുറത്തുള്ള ഒരു നെക്സസ് ആണ്, രാഷ്ട്രീയത്തിന് പുറത്തുള്ള ഒരു നെക്സസ് ആണ് എന്ന് ഇവിടെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് LDF ആണ്, CPM ആണ്, മുഖ്യമന്ത്രിയാണ്. ആ മറുപടിയാണ് സാമാന്യ സമൂഹം പ്രതീക്ഷിക്കുന്നത്. ഇത് അത്ര വലിയ കാര്യമുള്ള സംഭവം ഒന്നുമല്ല എന്ന് കടകംപള്ളിയും മന്ത്രി എം മണിയും പറയുമ്പോൾ അത് അത്ര വലിയ കാര്യമുള്ള സംഭവമല്ല എങ്കിൽ അക്കാര്യം തുറന്നു പറഞ്ഞുകൂടെ എന്നാണ് ശ്രീജിത്ത് പണിക്കരുടെ ചോദ്യം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ജനം ഡിബേറ്റ് അവസാന അരമണിക്കൂറിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, താങ്കൾ ഇപ്പോൾ ഓക്കെയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ എൻ്റെ ചോദ്യം സാങ്കേതികമായ ഒരു ചോദ്യമാണ്, സാങ്കല്പികമായ ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഈ ഇടതുപക്ഷം പറയുന്നത് പോലെ കേവലം ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇതിനകം ഉണ്ടായിട്ടുള്ളത്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി മന്ത്രി മലപ്പുറത്തേക്ക് മടങ്ങി. ഇനി ഒരുപക്ഷെ നാളെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നമ്മെ എല്ലാവരെയും അറിയിക്കുകയാണ് തങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു മന്ത്രിയുടെ ഇടപെടലുകളിൽ, സ്വപ്ന സുരേഷുമായുള്ള ബന്ധത്തെക്കുറിച്ച്, സിയാപ്റ്റിൻ്റെ വാഹനത്തിൽ കൊണ്ടുപോയത് ഖുറാൻ തന്നെയാണോ എന്ന വിഷയത്തിൽ, ഇതെല്ലാം. അപ്പോൾ ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ഞങ്ങൾ മന്ത്രിയെ വിളിച്ചു വരുത്തി, മന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമാണ് എന്ന രീതിയിൽ KT ജലീലിന് ഒരു ക്ലീൻ ചിറ്റ് EDയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നടത്തിവരുന്ന പ്രക്ഷോഭത്തിന്റെ സ്വഭാവം എന്താകും? ആരോടാണ് ചോദ്യം? അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, താങ്കളോടാണ്. ഹലോ B ഗോപാലകൃഷ്ണൻ, കേൾക്കാമോ? എനിക്ക് കേൾക്കുന്നില്ല, ഇപ്പൊ കേൾക്കാം. ചോദ്യം ഒന്നും കൂടി പറയണം. ശരി, ഞാൻ ആവർത്തിക്കാം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇടതുപക്ഷം വാദിക്കുന്നത് പോലെ ചോദ്യം ചെയ്യൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. നാളെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരുപക്ഷെ പറയുകയാണെങ്കിൽ
മന്ത്രിയുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുണ്ടായിരുന്നു. സ്വപ്ന സുരേഷുമായുള്ള ബന്ധത്തെക്കുറിച്ച് സിയാപ്റ്റിൻ്റെ വാഹനത്തിൽ കൊണ്ടുപോയത് മതഗ്രന്ഥങ്ങൾ തന്നെയാണോ എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടു. ആ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് മന്ത്രിയെ വിളിച്ചു വരുത്തിയത്. മന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമാണ് എന്ന രീതിയിൽ ഒരു ക്ലീൻ ചിറ്റ് നൽകുന്നത് പോലുള്ള ഒരു വിശദീകരണം ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ ഇപ്പോൾ BJPയും കോൺഗ്രസും നടത്തിവരുന്ന ഈ പ്രക്ഷോഭത്തിന്റെ സ്വഭാവം എന്തായിരിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. പ്രക്ഷോഭം സ്വാഭാവികമായിട്ടും ഈ സർക്കാരിന്റെ പതനം തന്നെയാണ്. ഈ സർക്കാർ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണവും. അതുകൊണ്ട് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ്. ED ഇപ്പൊ നാളെ വിളിച്ചിട്ട് ഇവിടെ കള്ളക്കടത്തൊന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ നാം എന്ത് ചെയ്യും? ഗോപാലകൃഷ്ണൻ പറയുന്നത് കേൾക്കുന്നില്ല. അങ്ങനെയല്ലോ, ഇവിടെ ഈ കള്ളക്കടത്ത് നടന്നു എന്നുള്ളതിന് സാമാന്യമായ ജനങ്ങളുടെ മുമ്പിൽ അതിനുള്ള ധാരാളം തെളിവുകളുണ്ട്. കള്ളക്കടത്ത് ഇപ്പൊ ഞാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയാം. മന്ത്രി ജലീൽ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 23 പ്രകാരം 5 വർഷം ശിക്ഷിക്കപ്പെട്ട ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇഗ്നറൻസ് ഒരു പ്രശ്നമേ അല്ല. നേതൃത്വത്തിൽ വളരെ കൃത്യമായി 18, 19, 20 5 വർഷം ശിക്ഷിക്കാം എന്നാണ്. അതുകൊണ്ട് ഫെറ എന്ന് പറയുന്ന ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഈ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം പോലും ഒരു മിനിറ്റ് പോലും വാസ്തവത്തിൽ ജലീലിന് ഇതിൽ തുടരാനുള്ള അവകാശമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയും? ജലീൽ അരക്കള്ളനാണെങ്കിൽ മുക്കാക്കള്ളനാണ് പിണറായി വിജയൻ. അല്ലെങ്കിൽ എന്തിനാണ് ജലീലിനെ സംരക്ഷിക്കുന്നത്? എനിക്കിപ്പോഴും മനസ്സിലാവാത്ത, ജലീലിനെ സംരക്ഷിക്കുന്നത് എന്തിന്? നേരത്തെ CP ജോൺ പറഞ്ഞത് ഭയം കൊണ്ടാണ് സംരക്ഷിക്കുന്നതെന്ന. ഭയം മാത്രമാണോ CP ജോണെ? എനിക്ക് തോന്നുന്നു ഭയം മാത്രമല്ല, അവിടെ കൊടുക്കൽ വാങ്ങലുണ്ട്. ഈ കൊടുക്കൽ വാങ്ങല കാരണം വാങ്ങൽ മാത്രമായിട്ടുള്ള ആളുകളെയാണ് മാറ്റി നിർത്തിയത്. ശശീന്ദ്രനെയും അതേപോലെ തന്നെ EP ജയരാജനെയും അവരൊക്കെ വാങ്ങലാണ്. പിണറായിയുടെ പേര് പറഞ്ഞു വാങ്ങുക. ഇവിടെ കൊടുക്കൽ വാങ്ങലാണ്. പിണറായി വിജയനും ജലീലും തമ്മിൽ കൊടുക്കൽ വാങ്ങൽ ബന്ധമാണ്. അതുകൊണ്ടാണ് ഒരു പാക്കറ്റ് ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടത്. ആ കൊടുക്കൽ വാങ്ങൽ ബന്ധം, ആ ബന്ധം ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടല്ലോ, ഞാനങ്ങ് തുറന്നു പറയാൻ ആഗ്രഹിക്കുക. ഈ കടകംപള്ളി സുരേന്ദ്രൻ CP ജോണിനോട് ചോദിച്ചാൽ മതി. സ്വപ്നയുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ ബന്ധം എന്താന്നുള്ളത് ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ കുടിച്ചതല്ല കള്ള്, ഇനിയും കുടിക്കാൻ കിടക്കുന്നതാ കള്ളെന്ന് പറയുന്നില്ല. അതേപോലെ അഴിയാൻ പോകുന്നു പല കാര്യങ്ങളും, പല കുരുക്കുകളും, അത് വരാൻ പോകുന്നേ ഉള്ളൂ സുബേഷേ. അപ്പൊ എനിക്ക് ഇവിടുത്തെ CPM-ന്റെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സംശയം. അപ്പൊ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇവിടുത്തെ CPM-നോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടുത്തെ ഇടതുപക്ഷത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, ധാർമ്മികത എന്നൊരു സാധനം നിങ്ങളുടെ നിഘണ്ടുവിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ അത് ഇല്ലാന്ന് പറയാം. ഇന്നത്തെ സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഇതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്, അതുകൊണ്ട് രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ്. സീതാറാം യെച്ചൂരി എന്താ കാരണം പറയാൻ? പരിപ്പോടെയും കട്ടൻ കാപ്പിയും ഡൽഹിയിൽ കിട്ടണമെങ്കിൽ പിണറായി വിജയൻ പൈസ അടിച്ചു കൊടുക്കണം, എന്നാലേ അവർക്കത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഇവിടുത്തെ CPM പ്രതിനിധിയോട് പറയാനുള്ളത്, 1991 CP ജോണിനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞുതരും. 1991 നരസിംഹറാവു ഇന്ത്യ ഭരിക്കുമ്പോൾ അന്ന് ഒരു ജെയിൻ ഡയറിയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ ആളുകളുടെ പേര് വന്നു. അന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സീതാറാം യെച്ചൂരി തന്നെയാണ് പ്രസംഗിച്ചത്. ഈ പേര് വന്നവർ മുഴുവനും രാജിവെക്കണം, പേര് വന്നവർ മുഴുവൻ രാജിവെക്കാൻ പറഞ്ഞു. കൂട്ടരാജി ഉണ്ടായി. ഇനി അതിനകത്തൊരു പ്രസ്താവന, അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലെ വരികൾ, അത് ലോകസഭയിൽ റെക്കോർഡാണ്. ഈ പേരുകളിൽ, ഈ ഡയറിയിലെ പേരുകളിൽ ഒരു പേര് പോലും കമ്മ്യൂണിസ്റ്റുകാരുടെ ഉണ്ടാവില്ല. അതാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന. ഇന്നായിരുന്നു ആ ഡയറിയെങ്കിൽ ഈ ഡയറിയിലെ ആദ്യത്തെ ഡയറിയിലെ പേര് പിണറായി വിജയന്റെ ആയനെ. അപ്പൊ അന്ന് ഈ ധാർമ്മികത പറഞ്ഞു, അന്ന് LK അദ്വാനി പറഞ്ഞു ഞാൻ രാജിവെക്കുന്നു. അങ്ങനെയാണ് ധാർമ്മികതയുടെ പേരിൽ അദ്ദേഹം രാജിവെച്ചത്. അങ്ങനെ ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച നിരവധി ആളുകളെ നമുക്ക് കാണാം. അന്നെടുത്ത ധാർമ്മികത, അന്ന് പറഞ്ഞ ധാർമ്മികത, ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ഈ CPM എടുത്ത ധാർമ്മികത നിങ്ങൾക്കിപ്പോ ഇല്ലേ? എന്റെ ധാർമ്മികതയില്ലാത്തത്. അപ്പൊ ഇപ്പൊ ധാർമ്മികതയില്ല, ഇടതുപക്ഷ നൈരന്തര്യമില്ല, ഇടതുപക്ഷ നൈതികതയില്ല, ഇടതുപക്ഷ മൂല്യമില്ല, ഇടതുപക്ഷ എന്താ പറയാ, ഇടതുപക്ഷ സമീപനമില്ല. ഇപ്പോ
എന്ത് തോന്നിവാസം കാണിച്ചാലും Yes. സഹായിക്കാനും എന്ത് തോന്നിവാസം കാണിച്ചാലും സംരക്ഷിക്കുവാനുള്ള സമീപനമാണെങ്കിൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ സർക്കാരിന്റെ നാരായ വേര് തകർക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി ഈ സമര കാഹളവുമായിട്ട് രണാങ്കണ ഭൂമിയിൽ ഉണ്ടാവും. ഇത് കള്ളക്കടത്തിന്റെ മയക്കുമരുന്നിന്റെ മാഫിയയുടെ സർക്കാരാണ്, യാതൊരു സംശയവുമില്ല ബി കാര്യത്തിൽ. ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആ ധാർമ്മികതയുടെ അളവുകോലാണ് ഇന്ന് പിണറായി വിജയൻ തൽക്കാലം മാറ്റിവെച്ചിരിക്കുന്നത്. ശ്രീ പാലോട് സന്തോഷ്, ഒന്നിനോടും പ്രതികരിക്കാത്ത ആളൊന്നുമല്ല മന്ത്രി കെ ടി ജലീൽ. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് തിരുവോണത്തിൻ്റെ അന്ന് ജലീൽ വീട്ടിലുണ്ടോ എന്ന് പിണറായി വിജയൻ വിളിച്ചു ചോദിച്ചതും പാൽപ്പായസം മന്ത്രി ജലീലിൻ്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചതുമൊക്കെ സവിസ്തരം കെ ടി ജലീൽ ഫേസ്ബുക്കിൽ പ്രതിപാദിച്ചത്. ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ഒടുവിൽ സത്യം മാത്രം ജയിക്കും എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു മന്ത്രി കെ ടി ജലീൽ. ഇന്ന് ജലീൽ എവിടെയാണ് എന്ന് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് CPM പ്രവർത്തകൻ്റെ കുട്ടിയുടെ ചോറൂണിൻ്റെയും എഴുത്തിനിരുത്തലിൻ്റെയും ദൃശ്യങ്ങൾ ജലീൽ തന്നെ തൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ ആ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ ജലീൽ തന്നെ പുറത്തുവിട്ടത്. അപ്പോൾ പ്രതികരിക്കാനൊക്കെ അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തിയ കാര്യം രഹസ്യമാക്കി വെച്ചത്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നിൽ നിന്നും അറിഞ്ഞ വിവരങ്ങൾ ഇതൊക്കെയാണ്, എനിക്കൊന്നും മൂടിവെക്കാനില്ല എന്ന ഒരു സുതാര്യമായ ഇടപെടൽ. ജനങ്ങളുടെ മന്ത്രിയാണല്ലോ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണല്ലോ. ആ വ്യക്തിക്ക് ജനങ്ങളോട് തിരിച്ചു നൽകാനുള്ള ഒരു ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും ഉണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് കെ ടി ജലീലിൻ്റെ ഭാഗത്തു നിന്നും ഇല്ലാതെ പോയത്? യഥാർത്ഥത്തിൽ ഇവിടെ CP ജോണും ബി ഗോപാലകൃഷ്ണനും പറഞ്ഞതുപോലെ പിണറായി വിജയൻ എന്തിനാണ് ഇത്രയും ഭയക്കുന്നത് ജലീലിനെ? ഞാൻ ദയവായി എന്നെ പറയാൻ അനുവദിക്കണം. കാര്യം ഇത് ഒരുപാട് ആരോപണങ്ങൾ വന്നപ്പോൾ പറയാൻ അനുവദിക്കണം. സുബീഷ് ഇടപെടരുത്. ഒന്ന്, ഇത് കേരളമാണ്. ഇവിടെ നബിദിനം വരുമ്പോഴും ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കാതോർത്ത് തോളിൽ കൈയിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുകയും അല്ലെങ്കിൽ ബിരിയാണി കൊടുത്തു വിടുകയും പായസം കൊടുത്തു വിടുകയും ചെയ്യുന്നതാണ് മാനവികത. ഇതാണ് മതേതരത്വം. ഇതാണ് അത്തരം കാര്യങ്ങൾ പോലും സമൂഹവുമായി പങ്കുവെക്കുന്ന വിശാല മനസ്കതയുള്ളയാളാണ് കെ ടി ജലീൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓണത്തിന് അങ്ങോട്ട് പഴക്കൊല കൊടുത്തയക്കും, പായസം കൊടുത്തയക്കും, ഇങ്ങോട്ട് പെരുന്നാളിന് നെയ്ച്ചോറ് നൽകും. ഇതൊക്കെ മാനവികതയുടെ ഭാഗമാണ്. ഇതൊക്കെ ഞങ്ങളും ചെയ്യുന്നുണ്ട്. അതിനെയല്ല കുറ്റപ്പെടുത്തിയത്. അതടക്കമുള്ള വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന വ്യക്തി എന്തുകൊണ്ട് ഇത്രയും ഗൗരവമായ ഒരു വിഷയത്തിൽ പ്രതികരിച്ചില്ല? അതാണ് എന്റെ ചോദ്യം. അല്ല സുമേഷ്, എനിക്ക് പറയുവാനുള്ള അവസരം നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു പോയതിന് തെറ്റായി ധരിക്കരുത്. ഞാൻ പറഞ്ഞു പോയത് വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു മിനിറ്റ് സുമേഷ്, ഇവിടെ CP ജോൺ ധാർമ്മികതയുടെ പേര് പറയുന്നു. എന്ത് അധിക അവകാശമുണ്ട്? ഓർമ്മയുണ്ടോ പരിയാരത്ത് കൂത്തുപറമ്പില് 5 ചെറുപ്പക്കാരുടെ വിരിമാറിൽ വെടിയുണ്ടകൾ ചരിത്രത്തിലേക്ക് പോകാൻ ഇവിടെ സമയമില്ല. കെ ടി ജലീൽ നിൽക്കൂ. അല്ല, ഞാനിത് പറയട്ടെ. ചരിത്രത്തിലേക്ക് കൊണ്ടുപോകല്ലേ ചർച്ച. എന്റെ ചോദ്യത്തിനുള്ള മറുപടി താങ്കൾ ദയവായി പറയൂ. എന്തിനാണ് കെ ടി ജലീൽ ഇത്രയും കാര്യങ്ങൾ രഹസ്യമാക്കി വെച്ചത്? എന്താണ് കെ ടി ജലീൽ മൂടി വെക്കാനുള്ളത്? അത് പറയൂ. ഞാൻ താങ്കളോട് പറയുന്നു, വ്യക്തമായി പറയും. ഒരു ഭരണാധികാരികളും ജനങ്ങളുടെ മുമ്പിൽ സംശയത്തിന്റെ നിഴലാവാൻ പാടില്ല. ഒരു സംശയം വേണ്ട, അതിനൊരു സംശയം വേണ്ട. ഇവിടെ ധാർമ്മികത പറയുമ്പോൾ 5 പേര് മരിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? പരിയാരത്ത് മെഡിക്കൽ കോളേജ് സ്വകാര്യ മേഖലയിൽ ട്രസ്റ്റ് ഉണ്ടാക്കി MP രാഘവൻ ഉൾപ്പെടെയുള്ളവർ ആജീവനാന്ത മെമ്പറാക്കിക്കൊണ്ട് വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്തു. അതിനെതിരെ ചെയ്ത ഡിവൈഎഫ്ഐക്കാരെ വെടിവെച്ചു. താങ്കൾ ഈ പറയുന്ന CP ജോൺ പറഞ്ഞതിനുള്ള മറുപടി മാത്രമാണ്. കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന മറുപടി ശ്രീ പാലോട് സന്തോഷ് നൽകണം. വിളിച്ചു വരുത്തി ഞാൻ അപേക്ഷിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന മറുപടി ശ്രീ പാലോട് സന്തോഷ് നൽകൂ. നിർഭാഗ്യവശാൽ CPMന്റെ നേതാക്കൾ ആരും ആ മറുപടി നൽകാൻ തയ്യാറല്ല. AKG സെന്ററിൽ നിന്നും ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ആരെയും പറഞ്ഞയക്കുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കളെങ്കിലും പറയൂ, എന്തിനാണ് കെ ടി ജലീൽ ഈ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചത്? ഞാൻ വളരെ വ്യക്തമായി പറയുന്നു. പറയൂ. ED ചോദ്യം ചെയ്ത വിവരങ്ങൾ പുറത്തു പറയുന്നത് മാന്യതയല്ല എന്നുള്ളൊരു കാര്യം തന്നെ ഞാൻ പറയുന്നു. അത് ED പറയേണ്ടതാണ്. മറ്റൊന്ന് മതഗ്രന്ഥവുമായി ബന്ധപ്പെട്ടതിൽ ഇല്ലീഗലായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കേണ്ടതാണ്. ഒരു സംശയം വേണ്ട. ഞാൻ ഇവരെല്ലാം പറയുമ്പോൾ ധാർമ്മികതയുടെ പേര് പറയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ധാർമ്മികത അവിടെ നിൽക്കട്ടെ. ഇക്കാര്യത്തിൽ കേന്ദ്രീകരിക്കും. ഞാൻ
വളരെ വ്യക്തമായി പറയുന്നു, ഒരാൾക്കൊരു നീതി മറ്റൊരു നീതിയല്ല. സ്വകാര്യ മേഖല ഞാൻ പറഞ്ഞു വന്നതിന് മറുപടി പറയേണ്ടതുണ്ട്. ബി ഗോപാലകൃഷ്ണൻ ആക്ഷേപിച്ചല്ലോ. എന്താ പറഞ്ഞത്? KT ജലീൽ നിരപരാധിയാണെന്ന് വന്നാൽ നിങ്ങൾ സമരം ചെയ്യോ? ഈ ഗവൺമെന്റ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സമരം ചെയ്യും. ഇതാണോ ഒരു ഡെമോക്രസി? അപ്പോൾ ഈ ഗവൺമെന്റിനെ വികൃതമാക്കുക എന്നുള്ള ഗൂഢാലോചനയല്ലേ ഇതിന്റെ ഈ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധാർമ്മികതയുടെ പേര് പറയുവാൻ. അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് മന്ത്രി KT ജലീലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആ ഗൂഢാലോചന, ആ സംശയത്തിന്റെ നിഴലിൽ നിന്നും ശരി, കുറ്റാരോപിതനാണ്, കുറ്റവിമുക്തനാകുന്നതുവരെ മന്ത്രി KT ജലീൽ മാറി നിൽക്കട്ടെ എന്ന സാമാന്യ മര്യാദ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ ഭരണകൂടം കാണിക്കാത്തത്? പറഞ്ഞു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു, പോയി. എന്തിന്റെ പേരിൽ? 5 പേരെ കൊലപ്പെടുത്തിയതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയില്ലേ? നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു? നിങ്ങളാണോ ED ചർച്ച ചെയ്തതിനെ കുറിച്ചിട്ട് നമ്മുടെ മറുപടി പറയുന്നത് CMB? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടെ ആജീവനാന്തം സ്വകാര്യ മേഖലയിലേക്ക് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി, സ്ഥലം, സർക്കാർ ബിൽഡിങ്ങുകൾ സ്വകാര്യ മേഖലയിലേക്ക് അല്ലെങ്കിൽ ട്രസ്റ്റിന്റെ പേരിലേക്ക് കൊണ്ടുവന്നു. അതിനെതിരെ സമരം ചെയ്ത് 5 പേരാണ് വെടിവെച്ച് കൊന്നത്. സ്വാശ്രയ മേഖല, വിദ്യാഭ്യാസ മേഖല സമരമായിരുന്നില്ല. അത് ഗൂഢാലോചനയല്ലേ? വളരെ ഈ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചു എന്ന എന്റെ ചോദ്യത്തിന് മാത്രം ശ്രീ പാലോട് സന്തോഷ് മറുപടി നൽകിയില്ല. ആ മറുപടിയിൽ നിന്നും ദൂരെ പോവുകയാണ്. നമുക്ക് ജനം ഡിബേറ്റ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. പെട്ടെന്ന് തിരിച്ചെത്താം. ജനം ഡിബേറ്റ് അവസാന 15 മിനിറ്റിലേക്ക്. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇനി ഈ കൊണ്ടുവന്നത് മതഗ്രന്ഥങ്ങൾ തന്നെയാണ് എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ, അതായത് അതിന് പിറകിൽ മറ്റു ദുരൂഹതകളൊന്നുമില്ല, സ്വർണ്ണക്കട്ടികളൊന്നുമല്ല, വിശുദ്ധ മതഗ്രന്ഥങ്ങൾ തന്നെയാണ് എന്ന് തെളിയിക്കപ്പെടുകയാണെങ്കിൽ തന്നെയും നേരത്തെ പറഞ്ഞ ഈ നികുതി അടയ്ക്കലിൽ സംഭവിച്ച വീഴ്ച അടക്കമുള്ള പ്രശ്നങ്ങളാൽ KT ജലീൽ കുറ്റാരോപിതനായി തന്നെ, അതല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ തന്നെ തുടരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമോ? തീർച്ചയായും. കാരണം ഈ വിഷയത്തിന്, നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള വീഴ്ചകളുമായി നേരിട്ടുള്ള ബന്ധമില്ല. കാരണം ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്നത്, ഇത് ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിൽ ചോദ്യം ചെയ്യേണ്ടുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാത്രമല്ല, കസ്റ്റംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ പാഴ്സലിന്, അവിടേക്ക് വന്നിരിക്കുന്ന ഈ 4500 കിലോയോളം ഭാരം തൂക്കമുള്ള ഈ പാഴ്സലിന് ആരാണ് ചട്ടങ്ങളിൽ വളരെ കൃത്യമായിട്ട് ഇതിന് EC അഥവാ എക്സംഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്ന് പറയുന്ന സമയത്തും ഇതിന് എങ്ങനെയാണ് ക്ലിയറൻസ് കിട്ടിയിരിക്കുന്നത്, അതിനുവേണ്ടി ആരുടെയെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് ആരാണ്, തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഇവിടെ അറിവുണ്ടാകേണ്ടതാണ്. ഇനി കസ്റ്റംസിലുള്ള ആരെങ്കിലും തന്നെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒത്തുകളിയുടെ ഭാഗമായിട്ടാണോ ഇത് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരം പുറത്തു വരണം. അപ്പൊ ഇങ്ങനെ കുറെ അധികം വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനായിട്ടുണ്ട്. ഒന്ന്. ഇനി 2, സുബീഷ് ഇവിടെ ചോദിച്ചിരുന്ന ഒരു കാര്യം, അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ഒരാളാണ് ശ്രീ KT ജലീൽ എന്ന രീതിയിൽ താങ്കൾ പറഞ്ഞു. ശരിയാണ്, അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ ഈ തിരുവോണത്തിന്റെ ദിവസത്തെ കാര്യം വരെ പറഞ്ഞിരുന്നു. പക്ഷേ അതേ ആൾ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമാനമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹം അതിനെപ്പറ്റി ഒന്നും തന്നെ പറഞ്ഞില്ല. ഒരു ദിവസം വൈകിട്ടാണെങ്കിലും ഞാൻ കരുതിയത് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇടും എന്നാണ് ഞാൻ കരുതിയത്. അതായത് സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആക്രമണത്തിന്റെ 19ാം വാർഷിക ദിനം രാവിലെ എനിക്കൊരു ഫോൺ കോൾ കിട്ടുന്നു. മറുതലയ്ക്കൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡീഷണൽ ഡയറക്ടറാണ്. എന്നോട് തിരുവനന്തപുരത്ത് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. സ്നേഹമസരണമായിട്ടുള്ള കുശല പ്രശ്നങ്ങൾക്ക് ശേഷം അദ്ദേഹം പറയുന്നു, ഒരു ചോദ്യപേപ്പർ കൊടുത്തയക്കുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ തൂക്കുപാത്രത്തിൽ ചോദ്യപേപ്പറുമായിട്ട് ആള് വന്നു. എനിക്ക് സന്തോഷമായി. ഇങ്ങനെയുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഇന്നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്ര വലിയ ഡീറ്റെയിൽഡ് ലെവലിലേക്ക് പോയില്ല എങ്കിലും തന്റെ ഭാഗം ന്യായമാണ് എങ്കിൽ അത് കൃത്യമായിട്ട് പറയുന്നതിനും വിശദീകരിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിക്കണം. അത് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള പരാജയം. രണ്ടാമത്തേത് ഈ മുന്നണിയുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് നോക്കൂ, ഏറ്റവും അടുത്ത കാലത്ത് സമാനമായി എന്ന് പറയാൻ പറ്റില്ല, കാരണം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പക്ഷേ അനിൽ നമ്പ്യാർ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലെ അംഗമാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് വിളിക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിന് മുന്നിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആർജവം കാണിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അവരുടെ കുട്ടി യുവജന സംഘടനകൾ, അങ്ങനെയുള്ള സംഘടനകൾക്കൊക്കെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് സമാനമായിട്ട് ചിന്തിക്കാൻ കഴിയാത്തത് എന്ന് പറയുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഇപ്പോഴത്തെ അവസ്ഥ
സ്വയം എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പൊ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാം ശരിയാകും, എല്ലാം ശരിയാക്കും എന്ന് പറയുന്ന വ്യത്യസ്തതയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമാണോ എന്ന് ആ പാർട്ടിയുടെ നേതാക്കൾ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യെസ്, അങ്ങനെ ഒരു ആത്മപരിശോധനയ്ക്ക് CPM-ഉം LDF-ഉം തന്നെ തയ്യാറാക്കേണ്ടതുണ്ട്. ജനറൽ ഡിബേറ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് തിരിച്ചെത്താം ശേഷിക്കുന്ന ഒരു ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയുടെ അവസാന 9 മിനിറ്റിലേക്ക് പോവുകയാണ് നമ്മൾ. ശ്രീ പാലോട് സന്തോഷ്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നേരത്തെ ശ്രീജിത്ത് പണിക്കർ കൂടി പറഞ്ഞ ഒന്നാണ്. ഇതിൽ കൊണ്ടുവന്നത് വിശുദ്ധ മതഗ്രന്ഥങ്ങൾ തന്നെയാണ്. അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് തെളിയിക്കപ്പെട്ടാൽ പോലും മന്ത്രി KT ജലീൽ കുറ്റവിമുക്തനാവുന്നില്ല. കാരണം ജലീൽ തന്നെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു പ്രോട്ടോകോൾ ലംഘനം സംഭവിച്ചു എന്നത് അത് പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന കാര്യം തനിക്കറിവില്ലായിരുന്നു. ഇനിയിപ്പോൾ കൊണ്ടുവന്ന വിശുദ്ധ മതഗ്രന്ഥങ്ങൾ അതിൽ ആ ഇടപാടിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഞാനത് തിരിച്ചു നൽകാൻ തയ്യാറാണ് എന്ന്. അപ്പോൾ ഇത് പറയുന്നത് ഒരു സാധാരണക്കാരനല്ല, മന്ത്രിയാണ്. മന്ത്രിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു അറിവില്ലായ്മ സംഭവിച്ചാൽ പോലും അതൊരു ഗുരുതരമായ തെറ്റാണ്. ഇപ്പോൾ പാലോട് സന്തോഷിൻ്റെ വീട്ടിൽ നിന്നും ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചു, മോഷണം എന്നത് ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് എന്നെനിക്കറിയില്ലായിരുന്നു. പിന്നീട് അത് അറിഞ്ഞപ്പോൾ ഞാൻ ആ വസ്തുക്കളെല്ലാം തിരിച്ചു നൽകി. നിയമ നടപടികളിൽ നിന്നും എനിക്കങ്ങനെ മാറി നിൽക്കാനാകില്ല. അപ്പോൾ ഇതൊരു ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനം സംഭവിച്ചിട്ടുണ്ട്. അത് അറിയാതെ പോയതായാലും അറിഞ്ഞിട്ട് ചെയ്തതായാലും മന്ത്രി KT ജലീൽ ഇക്കാര്യത്തിൽ കുറ്റക്കാരനായി തന്നെ തുടരും. അതിനാൽ തന്നെ കോൺഗ്രസും BJP-യും ഉയർത്തുന്ന വാദങ്ങളെ നിരാകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, CPI-ക്കടക്കം അതൃപ്തിയുണ്ട് ഇടതുമുന്നണിയിൽ മന്ത്രി KT ജലീൽ മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിൽ. പാലോട് സന്തോഷിൻ്റെ പാർട്ടിക്ക് പോലും അതൃപ്തിയുണ്ട്. പക്ഷെ നിങ്ങൾക്കത് പുറത്ത് പ്രകടിപ്പിക്കാനാകാത്ത നിശബ്ദതയുടെ ഒരു ആവരണം നിങ്ങൾക്ക് മീതെ മൂടപ്പെട്ടിട്ടുണ്ട്. ഇതല്ലേ യാഥാർത്ഥ്യം? ഒരിക്കലുമല്ല. ഇവിടുത്തെ ലക്ഷ്യം KT ജലീൽ അല്ലല്ലോ. ഇവിടുത്തെ BJP-യുടെ ലക്ഷ്യം ഗോപാലകൃഷ്ണൻ തന്നെ പറഞ്ഞില്ലേ. ഇവിടെ BJP-യുടെയും UDF-ന്റെ ലക്ഷ്യം ഈ ഗവൺമെന്റിനെ അവസാനിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാം, അതാണ് ടാർഗറ്റ്. അല്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ED നിരപരാധിയാണെന്ന് പറഞ്ഞാൽ എങ്കിൽ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയുമായിരുന്നല്ലോ. അല്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ BJP-യും കോൺഗ്രസും ഇടപെട്ട് നിങ്ങളുടെ ഗവൺമെന്റിനെ അങ്ങനെ അവസാനിപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടാകില്ല, താനേ അവസാനിച്ചുകൊള്ളും. സുബീഷ് എന്നെ പറയാൻ അനുവദിക്കൂ പ്ലീസ്, ദയവായി. ഞാൻ ചോദിക്കട്ടെ, അമിത്ഷായ്ക്ക് വേണ്ടി കോടതിയിൽ വാദിച്ച UV ദളിത് എന്ന് പറയുന്ന അഭിഭാഷകനെ സുപ്രീം കോടതി ജഡ്ജിയാക്കിയത് എന്തിന്റെ പേരില, ഏത് സ്വാധീനത്തിന്റെ പേരില? അന്ന് സീനിയർ ആയിട്ടുള്ള പലരുണ്ടായിട്ടും ചെയ്തിട്ടില്ലേ? അപ്പോൾ സ്വാഭാവികമായും BJP ചെയ്താലും UDF ചെയ്താലും അതെല്ലാം പിന്നെ മാന്യതയുടെ ഭാഗം പറയുകയും ഞാൻ നിങ്ങൾ അങ്ങനെ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ അക്കാര്യത്തിൽ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ മറുപടി നൽകൂ. ഒരു ഭരണാധികാരികൾ പോലും അത് സംസ്ഥാന മന്ത്രിയായാലും കേന്ദ്രമന്ത്രിയായാലും ആരായാലും, ഞാൻ സൂചിപ്പിച്ചില്ലേ, CBI ചോദ്യം ചെയ്യില്ലേ നരേന്ദ്രമോദിയെ? നമ്മുടെ ജുഡീഷ്യൽ കമ്മീഷൻ ഉമ്മൻചാണ്ടിയെ ചോദ്യം ചെയ്യില്ല 14 മണിക്കൂർ. അയ്യോ, അതൊക്കെ അവരുടെ പരിചയക്കാരായ ഏതെങ്കിലും ഒരു വിവാദ വ്യവസായിയുടെ വീട്ടുമുറ്റത്ത് കാർ നിർത്തിയിട്ട് ഔദ്യോഗിക വാഹനം നിർത്തിയിട്ട് മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ തലയിൽ മുണ്ടിട്ട് പോയല്ല അവരൊന്നും ചോദ്യം ചെയ്യലിന് നേരിട്ടത്. അങ്ങനെ താരതമ്യപ്പെടുത്തല്ലേ? KT ജലീലിനെ ഒന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയായോ താരതമ്യപ്പെടുത്തല്ലേ? ഞാൻ സുബീഷ ഒരു കാര്യം പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കും പ്ലീസ്. പറയൂ. നിങ്ങൾ ദയവായി നിങ്ങൾ കേൾക്കുക. ഇതിനകത്ത് ഏതു മന്ത്രിയായാലും ആരായാലും ശരി, അവർ ഭരണാധികാരികൾ സംശയത്തിന്റെ നിഴലാവാൻ പാടില്ല. 1. 2, അജണ്ട വെച്ച് ഒരു ഗവൺമെന്റിനെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുത്ത് ഭൂരിപക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഒരിക്കൽ പോലും കച്ചവട രാഷ്ട്രീയത്തിന് ജനാധിപത്യത്തിന് നിലപാടെടുത്ത ഒരു സ്റ്റേറ്റ് അല്ല കേരളം. അങ്ങനെയുള്ള ഒരു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും തകർക്കുന്നതിനു വേണ്ടി വികലവും വികൃതവുമായ ഭരണ സംസ്കാരവും കേന്ദ്രത്തിന്റെ നയങ്ങളും BJP അതുപോലെ സംഘപരിവാർ UDF-ഉം. എന്താ UDF-കാർ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ലേ? മുല്ലപ്പള്ളി രാമേന്ദ്രൻ എവിടെ പോയി? എത്ര മുതിർന്ന കോൺഗ്രസ്സുകാരെ ED ചോദ്യം ചെയ്തു? രാജ് മന്ത്രിയെ ചോദ്യം ചെയ്തില്ലേ? അപ്പോഴൊക്കെ പറഞ്ഞു ഇത് BJPക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ED എന്ന് പറഞ്ഞവരല്ലേ കോൺഗ്രസ്സുകാർ? അതുകൊണ്ട് വളരെ വ്യക്തമായി പറയുന്നു. എന്തായാലും ശ്രീ പാലോട് സന്തോഷ് മറുപടി നൽകുന്നില്ല. എന്തായാലും അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരെ മുമ്പ് ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെയാണല്ലോ ഈ KT ജലീൽ എന്നൊക്കെയാണ് ഇടതുപക്ഷത്തിന്റെ വാദവും പാലോട് സന്തോഷ് ചോദിക്കുന്നതും. പെട്ടെന്ന് മറുപടി. പാലോട് സന്തോഷ് വാസ്തവത്തിൽ ആകെ സ്ഥലകാല വിഭ്രാന്തിയിലാണ്, ഒന്നും പറയാനില്ല.
പറയാനില്ലാത്തവർ ഓരോന്നോരോന്നോരോന്ന് പിച്ചും പറയുന്നത് പോലെയാണ്. അത് നിങ്ങൾ താങ്കൾ നരേന്ദ്രമോദിയുടെ ഞാൻ കാര്യം പിച്ചും പേയും പറയേണ്ട കാര്യമില്ല. ഞാൻ എന്റേതായ അഭിപ്രായം പറയട്ടെ പറഞ്ഞു. പാലോട് സന്തോഷ് പ്ലീസ്, അദ്ദേഹം പറയട്ടെ. അത് കാര്യമാണെങ്കിലും അൽക്കെ അദ്വാനിയുടെ കാര്യമാണെങ്കിലും എല്ലാ സമയത്തും നിങ്ങൾ ഉയർത്തിയിട്ടുള്ള വാദമാണല്ലോ രാജിവെക്കണം എന്നുള്ളത്. എന്റെ ചോദ്യം അതാണ്. നിങ്ങൾ ED എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ED ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണല്ലോ ഒരു FIR പോലീസ്. അത് തെറ്റല്ല. അല്ല, ഞാൻ സംസാരിക്കട്ടെ. അതായത് സിയാറ്റിൽ ജോലിക്കാരെ വിളിച്ച് ചോദിച്ചു, ഖുറാന്റെ വെയിറ്റ് എടുത്തു. ഇതിനെല്ലാം ശേഷം സംശയാസ്പദമായ നിഴലിലേക്ക് KT ജലീൽ വരുമ്പോഴാണ് ആ KT ജലീലിനെ ചോദ്യം ചെയ്യുക. പാലോട് സജീഷിനെ വിളിച്ചോ, വി ഗോപാലകൃഷ്ണനെ വിളിച്ചോ, സുബീഷിനെ വിളിച്ചോ, ശ്രീജിത്ത് പണിക്കരെ വിളിച്ചോ? ഇല്ലല്ലോ. സംശയം ആണ് അടിസ്ഥാനപരമായ വിഷയം. സംശയം എന്ന് പറഞ്ഞാൽ അത് പ്രഥമ ദൃഷ്ട്യാ തെറ്റുണ്ട്, കളവ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ കളവ് ചെയ്തിട്ടുള്ള പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞിട്ടുള്ള ഒരാളെ നിങ്ങൾ എങ്ങനെ മന്ത്രിസഭയിൽ മുന്നോട്ട് കൊണ്ടുപോകും? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പറഞ്ഞു BJP അല്ല, ഞാൻ BJP ഞാൻ പറയട്ടെപ്പാ, ഞാൻ നിങ്ങൾ പറഞ്ഞുണ്ടായിരുന്ന ആളല്ലേ, പ്ലീസ്. BJP പറഞ്ഞു ഈ സർക്കാരിനെ ശരിയാണ്. ഈ സർക്കാർ മയക്കുമരുന്നിനെയും എന്തുകൊണ്ടാണ് മയക്കുമരുന്നിന്റെ ഒരു വിഷയം വന്നപ്പോൾ നിങ്ങൾ അന്വേഷിക്കാതിരുന്നത്? എന്താണ് ലൈഫ് പദ്ധതി കോടി കട്ടുകൊണ്ടുപോയിരുന്ന ധനമന്ത്രി സംബന്ധിച്ചിട്ടും നിങ്ങൾ അന്വേഷിക്കാത്തത്? എന്തുകൊണ്ടാണ് PWCയുമായി ബന്ധപ്പെട്ട ധാരാളം പറഞ്ഞു തീരട്ടെ പറഞ്ഞു തീരട്ടെ. ഈ നാട്ടിലെ പാവപ്പെട്ടവരെ പറ്റിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ ആ സർക്കാർ ഈ രാജ്യത്തെ വഞ്ചിക്കുകയാണ്. അതുകൊണ്ട് ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യം തന്നെയാണ്. അതിനകത്തൊരു കോംപ്രമൈസ് ഇല്ല. പിന്നെ ഇപ്പൊ ED മാത്രമേ അന്വേഷിച്ചിട്ടുള്ളൂ. വരാൻ പോകുന്നു സ്വർണത്തിന്റെ NIA ഒക്കെ. കാരണം ഇയാളുടെ പൂർവ്വം എന്താ? ഒന്നാം തരം രാജ്യദ്രോഹി. മുസ്ലിം ലീഗിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയെ ഇസ്ലാമീകരിക്കാമെന്ന് പറഞ്ഞ രാജ്യദ്രോഹത്തിന്റെ പ്രവർത്തനം നടത്തിയ ആളായിരുന്നു ഈ മനുഷ്യൻ, ഈ ജലീല്. അപ്പൊ പണ്ട് കാലത്ത് നടന്നത് ചൊട്ടയിലെ ശീലം ചുടല വരെയല്ലേ? രാജ്യദ്രോഹികൾ ഒന്നായി. ഈ രാജ്യദ്രോഹികൾ ഒന്നായ ലക്ഷണമാണ് ഇപ്പൊ കാണുന്നത്. CPM-ഉം ഈ KT ജലീലും ഒന്നായി, രാജ്യദ്രോഹികൾ ഒന്നായി. വിടില്ല, ഒരെണ്ണത്തിനെയും വിടില്ല. ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ് ഇന്ന് കേന്ദ്രത്തിലുള്ളത്. ഒരു രാജ്യദ്രോഹിയും ഞങ്ങൾ വിടില്ല. അതാണ് BJPക്ക് അറിയിക്കാനുള്ളത്, BJP നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും തലയിൽ മുണ്ടിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരായ മന്ത്രി KT ജലീൽ ഇക്കാര്യത്തിൽ ഇന്നും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പകരം തൻ്റെ വീട്ടിൽ വെച്ച് നടന്ന ചോറൂണിൻ്റെ ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതല്ല കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായേ പറ്റൂ. അതുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിഥികൾക്ക് നന്ദി, നമസ്തേ.